മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയൽ. ക്ലൈമാക്സിലോട്ടടുത്ത ഈ ഒരു സീരിയലിന്റെ അത്യന്ത സംഭവപരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ണന്റെ മാറ്റം അതോടൊപ്പം സ്വാതന്ത്ര്യത്തിൽ വന്ന എല്ലാ മാറ്റങ്ങൾക്കും കാരണം അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. ഇപ്പോഴത്തെ ഈ ഒരു സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇന്നത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു സീരിയലിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമ സീരിയൽ അപ്ഡേറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നലെ എപ്പിസോഡ് അവസാനിക്കാനായിട്ട് നമ്മൾ കണ്ടാണ് ദേവിയടുത്തി അതോടൊപ്പം അപ്പവും പറഞ്ഞത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഭരട്ടൻ കയറി വരുന്നത്. ഹരിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്നും അവൻ ആ ജോലിക്ക് പോകാൻ തയ്യാറാത്ത കൃഷ്ണ സ്റ്റോഴ്സിൽ ജോലിയുള്ളതാണെന്നും ഭരട്ടൻ ഹരിയെ കടയിൽ നിൽക്കാൻ സമ്മതിക്കാതിരുന്നെങ്കിൽ ഹരി ആ ജോലിക്ക് പോകുമായിരുന്നൊക്കെ അപ്പു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ കടയിൽ വരുന്നത് മുടക്കാൻ ഞങ്ങൾക്കാവില്ലെന്നും കാരണം കൃഷ്ണ സ്റ്റോഴ്സിൽ ഞങ്ങൾ 4 പേരും ഒരേപോലെ അവകാശമാണെന്നും അതിനാൽ എനിക്കൊന്നും ഹരിയോട് പറയാൻ പറ്റില്ലെന്നും പറയുകയായിരുന്നു ബാലൻ. പിന്നീട് നേരെ കടയിലേക്ക് പോവുകയായിരുന്നു ബാലൻ. കടയിലെത്തിയ ഹരിയോട് നീ ഇനി കടയിൽ വരുന്നത് ശരിയല്ലെന്നും എന്ന് അപ്പു എന്നോട് ദേവിയോടും വളരെ വിഷമത്തിലാണ് പലതും പറഞ്ഞത്. നിന്നെ ഞാൻ കടയിൽ പിടിച്ചു നിർത്തിയത് കൊണ്ടാണ് നീ ജോലിക്കൊന്നും പോകാത്തതെന്നാണ് അപ്പു പറയുന്നതെന്ന് പറയുന്നത്. അതിനാൽ നീ എന്തായാലും ഉടൻ തന്നെ ജോലിക്ക് പോകാൻ നോക്കുകയാണ് നല്ലതെന്ന് പറയുകയാണ്. അപ്പോഴാണ് സ്വാതന്ത്ര്യത്തിൽ ഒരു ഓട്ടോറിക്ഷ ആരോ വരുന്നത്. അവർ വന്ന ശേഷം ദേവിയടുത്ത് കണ്ണന്റെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നത്. പിന്നീട് കണ്ണന്റെ കൂടെ റൂമിലേക്ക് പോവുകയായിരുന്നു അവര്. അപ്പോൾ ദേവിയും അപ്പു ഇത്രയും വലിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നവര് അപ്പുവിന്റെ കൂട്ടുകാർ അപ്പുവിന്റെ പാർട്ട്ണർ അതായത് കണ്ണന്റെ കൂട്ടുകാര് കണ്ണന്റെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞവരൊക്കെ ഓട്ടോയിലാണ് വരുന്നതെന്ന് തുടങ്ങി ഓരോ സംശയങ്ങൾ അപ്പു ചോദിക്കുകയാണ്. ബിസിനസ് തുടങ്ങുന്നവർ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും അവരെ കണ്ട് അറിയാം എത്ര വലിയ ബിസിനസ് തുടങ്ങാനുള്ള കഴിവില്ലെന്നും അതിനാൽ നല്ല രീതിയിൽ കണ്ണന്റെ ബിസിനസ്സെ കുറിച്ച് നല്ലവണ്ണം അന്വേഷിക്കണമെന്നും കണ്ണനെ കൊണ്ട് പണം ചെലവാക്കിപ്പിച്ച് ഇവർ എന്തോ ഉദ്ദേശിക്കുകയാണ് എന്തുദ്ദേശമാണ് എന്നൊക്കെ അന്വേഷിക്കണമെന്ന് പറയുകയായിരുന്നു. അപ്പു എന്താണ് ഇവരുടെ വരവിന് ഉദ്ദേശമെന്ന് കണ്ടെത്താനാണ് ദേവിയടുത്തി അതോടൊപ്പം തന്നെ അപ്പുവും കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു കാര്യം തന്നെ നമ്മുടെ ദേവിയടുത്തി ബാലേട്ടനോട് പറയുകയും ചെയ്യുന്നുണ്ട്. ബാലേട്ടൻ വൈകുന്നേരം കയറി വരുമ്പോൾ തന്നെ ദേവിയടുത്തി നമ്മുടെ ദേവൂട്ടിയും വാതിക്കാൻ നിൽക്കുകയായിരുന്നു, അതായത് തിണ്ണ നിൽക്കുകയായിരുന്നു. ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ ദേവിയടുത്തി ആണെങ്കിൽ ബാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, ബാലേട്ട കണ്ണന്റെ കാര്യം എന്തായി, കണ്ണന്റെ പൈസയുടെ കാര്യമൊക്കെ റെഡിയായെന്ന് ചോദിക്കുമ്പോൾ എന്റെ പൊന്നു ദേവി നിനക്ക് ഇത് മാത്രം ഏത് സമയത്ത് പറയാനുള്ളൂ, അവന്റെ കാര്യം നീ ഒന്ന് വിട്, ഞാൻ കുറച്ച് സമാധാനത്തിന് വേണ്ടി അല്ലെ തന്നെ മനുഷ്യരുടെ 100 കൂട്ടം പ്രശ്നമുണ്ട്, ആ സമയത്ത് നീ ഈ കണ്ണന്റെ കാര്യം കൂടെ എപ്പോഴും എഴുന്നള്ളിച്ചോണ്ട് വരരുന്ന് പറഞ്ഞ് ദേവിയെ വഴക്ക് പറഞ്ഞിട്ട് ബാലേട്ടനകത്തോട്ട് പോവുകയായിരുന്നു. ഈ ഒരു സമയത്ത് ദേവൂട്ടിയും പുറകെ വരുന്നുണ്ടായിരുന്നു. ദേവൂട്ടി ചോദിക്കുന്ന അച്ഛനെന്ത് വിഷമിച്ച് കൊച്ചച്ഛനുമായിട്ട് എന്നാ പ്രശ്നം, അച്ഛനെ സങ്കടപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ കൊച്ചച്ഛൻ അച്ഛനെ മാത്രമല്ല അമ്മയും ഈ വീട്ടിലുള്ള എല്ലാവരെയും സങ്കടപ്പെടുത്തി എൻ്റെ മോള് കാണുന്നില്ലെന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് എന്നാ കൊച്ചച്ഛനോട് എന്നാ പിന്നെ അമ്മയും അച്ഛനും മിണ്ടണ്ടെന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ബാലേട്ടനാണ് ഈ ദേവൂട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ഒരു കൊടുക്കുകയും ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുക. എന്തൊക്കെയാണ് കാണാൻ വന്നതോടുകൂടി പുതിയ പ്രശ്നങ്ങളാണ് ഈ സ്വാതന്ത്ര്യത്തെ ഉടലെടുത്തിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും തുറന്നു കഴിയുമ്പോൾ ഇപ്പോൾ കണ്ണൻ ഈ ഒരു സ്വത്ത് വീതം വെച്ച്, അതായത് കണ്ണന്റെ ഭാഗമായിട്ടുള്ള വീട് വിറ്റ് കണ്ണന് വേണ്ട പൈസ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുന്ന അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും. എന്തൊക്കെയാണ് സീരിയൽ ഇനി അവസാനിക്കാറായിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തോടുകൂടി തന്നെ ഈ സീരിയൽ അവസാനിക്കുന്നതാണ് നമുക്ക് പറയാൻ സാധിച്ചിരിക്കുക. അതിനു മുമ്പായിട്ട് എല്ലാവരും ഒന്നിക്കുന്ന രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അപ്പം വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിന്റെ വരും ദിവസങ്ങളിലെ എല്ലാ എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ്